മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണുള്ളത്? സെൽഫി എടുക്കാം, വീഡിയോ കോൾ ചെയ്യാം, ദാറ്റ്സ് ഓൾ. എന്നാൽ അതൊന്നുമല്ല, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഒരു പുതിയ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ എങ്ങനെയൊക്കെയാണ് അത് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. എഗ്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിക്ക മൊബൈലിലും ഡൗൺലോഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ആ ആപ്ലിക്കേഷൻ കാണുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗം ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓൺ ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സിംഗിൾ ടച്ച്, അതുപോലെ തന്നെ ലോങ് ടച്ച്, അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഓരോന്നും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഓപ്പൺ ആകേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സിംഗിൾ ടച്ചിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അവിടെ സിംഗിൾ ടച്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതാ ഇവിടെ നോട്ട് നോ എന്ന ഭാഗം കൊടുക്കുക. ഓക്കെ, ഇവിടെ സിംഗിൾ ടച്ചിൻ്റെ ഭാഗത്ത് സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ഇനി ലോങ് ടച്ച് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഓപ്പൺ ആകേണ്ടത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓപ്പൺ ക്യാമറ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരാം. ഇവിടെ ഡബിൾ ക്ലിക്ക് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് QR കോഡ് റീഡർ എന്ന ഭാഗമാണ്. അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ സ്വൈപ്പ് ലെഫ്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ഓപ്പൺ ആകേണ്ടത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടേൺ സ്ക്രീൻ ഓഫ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ സ്വൈപ്പ് റൈറ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ സെലക്ട് ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ആ സമയത്ത് ഓപ്പൺ ആകേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊക്കെ കൃത്യമായിട്ട് വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ കണ്ടോ, ഓപ്പൺ സെലക്ട് ആപ്പ് എന്ന ഭാഗത്ത് വാട്സാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ നിന്നൊക്കെ ബാക്ക് വരികയാണ്. എന്നിട്ട് നമുക്കിതൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്നെല്ലാം ബാക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ക്യാമറയുടെ ഭാഗത്ത് സിംഗിൾ ടച്ച് കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഇതാ കണ്ടോ, സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് സെലക്ട് ചെയ്തത് അതിവിടെ പ്രവർത്തിക്കും. ഇനി ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉടനെ തന്നെ QR കോഡ് സ്കാനർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോങ് പ്രസ് ചെയ്ത് നോക്കാം. ക്യാമറയുടെ ഭാഗത്ത് ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ്. കണ്ടോ, ഉടനെ തന്നെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി സ്വൈപ്പ് റൈറ്റ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സ്വൈപ്പ് റൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കണ്ടോ, വാട്സപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 വാട്സപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ വാട്സപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സ്വൈപ്പ് ലെഫ്റ്റ് അതൊന്ന് കൊടുത്തു നോക്കാം. സ്വൈപ്പ് ലെഫ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടോ സ്ക്രീൻ ഓഫായി. അങ്ങനെ നിങ്ങൾ എന്താണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.